ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ അമ്മമാരും ഒരു തരത്തിൽ ബുദ്ധിമുട്ട് കാര്യമാണ്. ഈ കുഞ്ഞുങ്ങൾ 3 months വരെയൊക്കെ ഫുൾ ടൈം യൂറിൻ പാസ് ചെയ്യും, അതുപോലെ തന്നെ മോഷൻ പാസ് ചെയ്യും. അപ്പോഴൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്, ക്ലോത്ത് ആയിരിക്കും കുട്ടികൾ യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇഷ്ടം പോലെ തുണികളായിരിക്കും നമുക്ക് അലക്കാനുണ്ടാവുക. കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരുപാട് തുണി. അപ്പം ഇത്രയും തുണികൾ അലക്കലൊരു വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ പതുക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന എന്താണ്, ഡയപ്പേഴ്സ് യൂസ് ചെയ്യും. സ്നാഗി, പമ്പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ യൂസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. അപ്പം പക്ഷേ ഇത് കുറച്ച് പമ്പേഴ്സും അതുപോലെ മമ്മിപ്പോക്കോ പോലത്തെ ഡയപ്പേഴ്സ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴോ ഇത് മേടിക്കാൻ തന്നെ വേണം നല്ലൊരു എമൗണ്ട്. ഒരു മന്ത്ലി നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഏർപ്പാടാണ് ഈ ഡയപ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം 3 months വരെ ഞാൻ ഐഷുമോക്കാണെങ്കിലും ക്ലോത്താണ് യൂസ് ചെയ്തത്. അതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് എനിക്കൊരു കാര്യം കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കുറേയേറെ അമ്മമാർക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും, കാരണം ഇതിപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെ ഉള്ള കാര്യമാണ്. എന്നാൽ അറിയാത്തവർക്കായിട്ടും ഞാൻ ഇതൊന്ന് കൂടുതൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. അപ്പം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാമേ. ക്ലോത്ത് ഡയപ്പേഴ്സാണ്. ക്ലോത്ത് ഡയപ്പർ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ക്ലോത്ത് ഡയപ്പേഴ്സ്. അപ്പം ഞാൻ ആദ്യം മേടിച്ചിട്ടുള്ള ക്ലോത്ത് ഡയപ്പർ ഫസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തത് ബേബി ഹഗ്ഗിൻ്റെ ക്ലോത്ത് ഡയപ്പർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് ബേബി ഹഗ്ഗിൻ്റെ ക്ലോത്ത് ഡയപ്പർ. ഞാൻ ഐഷുമോക്ക് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡയപ്പർ, ഇത് ബേബി ഹഗ്ഗിൻ്റെ പ്രോഡക്റ്റാണ് ഇത്. അപ്പം ഇത് നല്ല പ്രോഡക്റ്റാണ്, ലീക്ക് പ്രൂഫാണ്. ഇതിന് ഡബിൾ ലെയർ ഉണ്ട്. ഇതാ ഡബിൾ ലെയർ ആണ്. ഇത് എലാസ്റ്റിക് ആണ്, ഡബിൾ ലെയർ ആണ്. ഇവിടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇൻസേർട്ട് കിട്ടുന്നതായിരിക്കും. ബേബി ഹഗ്ഗിൻ്റെ തന്നെ ഒരു ഇൻസേർട്ട് നമുക്ക് ഇതിനോട് കിട്ടുന്നതായിരിക്കും. അതുപോലെ കുട്ടികളുടെ സൈസിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും ഇവിടെ ഉണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസും ഉണ്ട് ഇവിടെ. ഈ ബട്ടൺ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അങ്ങനെ ചെറുതായി അങ്ങനെ പെട്ടെന്നൊന്നും വലിക്കുമ്പോൾ ഒന്നും അങ്ങനെ വിട്ടുപോരില്ല, നല്ല അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നോളും. സ്കിൻ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകളോ റാഷസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നവുമില്ല. ബേബി ഹഗ്ഗിൻ്റെ യൂസ് ചെയ്തിട്ട് ഐഷുമോക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതുമായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ, ഒരു വെൽവെറ്റി ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ സൈഡ് ഒരു പ്ലാസ്റ്റിക് ആണ്, ഈ സൈഡും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോലെ വന്നിട്ടുള്ളത്. പുറത്താണേലും ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഇൻസേർട്ട് വരുന്നത് 2 ടൈപ്പിൽ നമുക്ക് ഇൻസേർട്ട് യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഉണ്ട്. ഇൻസേർട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസേർട്ട് ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉള്ളിലും വെക്കാം, അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഐഷുമോക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതിലാണെങ്കിൽ ഈ ഇൻസേർട്ടിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിവരുത്ത തുണിയാണ്. പക്ഷെ അങ്ങനെ അലർജിക്കോ അങ്ങനെയൊന്നും ആവാത്ത തുണിയാണ് അത് തന്നെ. പക്ഷെ നല്ലൊരു ടൈപ്പ് തുണിയായത്, പ്രോബ്ലം ഒന്നുമില്ല. ഈ ബേബി ഹഗ്ഗിൻ്റെ ഈ ഒരു ഇൻസേർട്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഇത് അത്ര അബ്സോർബൻസി കുറച്ച് കുറവാണ്. അതിൻ്റെതായിട്ട് ഇത് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ കുറച്ചൊരു 2 hours ഒക്കെ നിൽക്കും. 2 hours കഴിയുമ്പം നമുക്കിത് മാറ്റാം. അപ്പോഴേക്കും തന്നെ ഇത് മാക്സിമം ആയിട്ടുണ്ടാവും. ഇപ്പം ഒരു കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബേബി ഹഗ്ഗിൻ്റെ ഈ ടൈപ്പ് മോഡലാണെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് കുറച്ച് 3 months ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരം ഇത് വെക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതും കൂടി
ഒരുമിച്ച് ഈ ഒരു ഇത് മേടിക്കുമ്പോൾ തന്നെ, ഡയപ്പർ മേടിക്കുമ്പോൾ തന്നെ ഈ ഇൻസേർട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇതിന് 500 സംതിങ് ആണ് കേട്ടോ വില വരുന്നത്. ബേബി ഹഗ്ഗിൻ്റെ 500 സംതിങ് വില വരുന്നതാണ്. ഇങ്ങനെ ബട്ടണുണ്ട് സൈസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ബേബി ഹഗ്ഗിൻ്റെ പ്രോഡക്റ്റിനെ എല്ലാവരും പരിചയപ്പെട്ടിട്ടില്ലേ? ഇനി വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ ഹീലോഫി എന്ന് പറഞ്ഞ ആപ്പിലൂടെ മേടിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. ബട്ടനൊക്കെ ആയിട്ട് കുട്ടികളുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഉണ്ട്. അപ്പം ഇത് നമുക്ക് കുട്ടികളുടെ സൈസിന് ബേസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഇത് ടൈറ്റ് ആക്കേണ്ടത് അത്രയും നമുക്ക് നമ്മുടെ ആവശ്യത്തിനും അതിൽ കുട്ടികൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിലും നമുക്കിത് ടൈറ്റ് ആക്കി കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ കംഫർട്ട് നോക്കണം, അതിനനുസരിച്ച്. അപ്പം നമ്മൾ എപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ ഇങ്ങനെ നമുക്ക് വലിക്കാൻ നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടാകുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അല്ലെങ്കിൽ ഓവർ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു വിരലിൻ്റെ ഗ്യാപ്പെങ്കിലും കിട്ടുന്ന രീതിയിൽ വേണം കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡയപ്പർ യൂസ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബേബി ഹഗ്ഗിൻ്റെ പ്രൊഡക്റ്റിനാണെങ്കിലും ഈ പ്രൊഡക്റ്റിലാണെങ്കിലും നമുക്ക് ഇവിടെയും കൂടി ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബട്ടൺ ഇവിടെ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെച്ച് കൊടുക്കാം. അപ്പം ഇത് നല്ല സ്ട്രോങ് ബട്ടണാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബേബി ഹഗ്ഗിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അല്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലോത്ത് അത്ര ക്വാളിറ്റി ഇല്ല, പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ സാധാ ഒരു എന്താ പറയുക, ഒരു തുണീൻ്റെ ഒരു ഇതുപോലെ തന്നെ. മറ്റേതാകുമ്പോൾ ഒരു വെൽവെറ്റി ടൈപ്പാണ്. ഇതങ്ങനെ വെൽവെറ്റി ടൈപ്പ് അല്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് അതുപോലെ ഡബിൾ ലെയർ അല്ല കേട്ടോ, ഇത് സിംഗിൾ ലെയർ ആണ്. ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട്. ഹീലോഫിയുടെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ആണേലും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് പുറത്തുള്ളത്. അപ്പം അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ്, ഈ ഡയപ്പറിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ഇൻസേർട്ട്. ഈ ഇൻസേർട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അതിനുള്ള ഹോളാണിത്. ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് പുറത്താണെങ്കിലും വെച്ച് യൂസ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ എല്ലാം തന്നെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒന്നും ഞാൻ അകത്ത് വെച്ചിട്ട് എനിക്ക് അകത്ത് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഐഷുമോക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും കുഞ്ഞിന് ഞാൻ ഇങ്ങനത്തെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ തുണിയും ഈ ഇൻസേർട്ടിൻ്റെ തുണിയും വരുന്നത് കണ്ടോ, ഈ മെറ്റീരിയലും ബേബി ഹഗ്ഗിൻ്റെ മെറ്റീരിയലും സെയിം ആണ്. ഇതും സെയിം അബ്സോർബൻസിയാണ്. അപ്പം എങ്ങനെയാണോ ബേബി ഹഗ്ഗിൻ്റെ അബ്സോർബൻസിനെ പറ്റി ഞാൻ പറഞ്ഞത്, സെയിം അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇത് ഞാൻ 699 രൂപയ്ക്ക് ഹീലോഫീന്ന് ഈ സെയിം മോഡൽ തന്നെ പ്രിന്റഡ് വേറെ ആയിട്ടുള്ളത് ഒരെണ്ണം കൂടി മേടിച്ചു. ഇതും പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു പ്രിന്റ് വെറൈറ്റി വരുന്ന ഒരെണ്ണവും പിന്നെ വേറെ 2 ടൈപ്പും കൂടി മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് 699 രൂപയ്ക്ക് 4 എണ്ണം കിട്ടി. അതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണത്തിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച മോഡലിൻ്റെ തന്നെ ഒരു മോഡലും പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു വയലറ്റ് കളറിലുള്ളതുമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 എണ്ണം ഞാൻ ഹീലോഫീന് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണിച്ച ഈ 3 ബട്ടണുള്ള 2 എണ്ണം വരുന്നുണ്ട്. ഈ 2 എണ്ണം മാത്രമേ ഹീലോഫീൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അവർ തരുന്നുള്ളൂ. ഇത് അതിൻ്റെ കൂടെ നമ്മൾ മേടിക്കുമ്പോൾ 699 രൂപയ്ക്ക് നമുക്ക് തരുന്നതാണ്. പക്ഷെ ഇത് പ്രൊഡക്റ്റ് വേറെയാണ്, ഹീലോഫീൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഇത് ബേബി സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഹീലോഫീൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഇതിന് അതിനകത്ത് തന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ പ്രൈസ് റേഞ്ചും കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന 300 സംതിങ് ആണ് അതിൻ്റെ വില ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് 2 കൂടി 700 രൂപയ്ക്ക് 4 എണ്ണം കൂടി 700 രൂപയ്ക്ക് കിട്ടി.
അപ്പം ഇതിൻ്റെ ക്ലോത്തും ഇത് കണ്ടോ, ഇതിൻ്റെ ക്ലോത്തും സെയിം ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെയുള്ള ക്ലോത്താണ്. ഒരു പരിപരുത്ത ക്ലോത്താണേ. ഇപ്പം ഹീലോഫിൻ്റെ പ്രൊഡക്റ്റ് ഇല്ലേ, ആ സെയിം ക്ലോത്ത് തന്നെയാണ് ഇതും. ഇതും സിംഗിൾ ലെയർ ആണ്. ഇവിടെയും എലാസ്റ്റിക് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് 2 ബട്ടണേ ഉള്ളൂ കേട്ടോ, 3 ബട്ടൺ ഇല്ല. അപ്പം ഇത് നമുക്ക് ഇവിടെയെല്ലാം ബട്ടൺസ് ഉണ്ട് അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ എല്ലാത്തിലും 2 ബട്ടൺ വരുമ്പോൾ ഇതിനകത്ത് 3 ബട്ടൺ. അപ്പൊ ഇത് കുറച്ച് ലോ ക്വാളിറ്റിയിലുള്ളതാണ് നമുക്ക് 2 ബട്ടണിൽ കിട്ടുന്നത്. കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും ഇതിന്. അപ്പം മറ്റേതിനൊക്കെ 500 സംതിങ് വില വരുന്നത് ഇത് നമുക്ക് 300 കിട്ടും. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ബട്ടന്റെ ആ ബന്ധം, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്ലോത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് പ്രൊഡക്റ്റ്, ഇങ്ങനെ വരും. അപ്പം ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ കുഞ്ഞിന് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ലീക്കൊന്നും ആവില്ല കേട്ടോ, ലീക്കൊന്നും. പിന്നെ കുറേ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്കാവും. കുറച്ച് ടൈം കഴിയുമ്പം ഞാനൊരു 3 hours ഒക്കെ കൂടുമ്പോൾ മാറ്റി കൊടുക്കും. അപ്പോഴെന്തായാലും മാറ്റണം. അല്ലെങ്കിൽ കുറേ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും. അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആവുന്ന കാര്യമാണ്. അപ്പം അത് മാറ്റി കൊടുക്കണം. അപ്പം അങ്ങനെ ഇത് വെക്കുന്നത് ലീക്കൊന്നും ആവില്ല. പകലൊക്കെയാണ് ഞാൻ 3 hours മാറ്റി കൊടുക്കും. ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ ഇൻസേർട്ടാണ് ഇത്. ഇതിൻ്റെ ക്ലോത്തും ഇപ്പം ഞാൻ കാണിച്ച 2 ഇൻസേർട്ട്, 2 കമ്പനിയുടെ ഇൻസേർട്ടും ഇതിൻ്റെ ക്ലോത്തും സെയിം ആണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു പ്ലാസ്റ്റിക് പോലത്തെ അങ്ങനത്തെ ഒരു ക്ലോത്താണ് ഇതിൽ വരുന്നത്. പക്ഷെ ഈ ഇൻസേർട്ടിന് കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ്. ഇത് അബ്സോർബൻസി കുറച്ച് കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണ് ഈ ഇൻസേർട്ട് വരുന്നത്. ഇത് വേണേ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാൻ പക്ഷെ പുറത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ 2 ഇൻസേർട്ടുകളെക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ഇൻസേർട്ടിനോടാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി അബ്സോർബൻസിയും കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ യൂറിനായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫീൽ ചെയ്യില്ല. അതിലാകുമ്പം ചെറിയൊരു നനവൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മളത് ഡയപ്പർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികൾക്ക്. ഐഷു ഭയങ്കര കംഫർട്ടബിളാണ് ഇത് വെച്ച് കൊടുക്കുന്ന ടൈമിൽ. അതിനേക്കാളും കുറച്ചും കൂടി അവർക്ക് ഇഷ്ടം ഇതിനോടാണ്. അപ്പം ഞാൻ ഇതും ഇതുപോലെ തന്നെ ഒരു വയലറ്റ് കളറിലുള്ള ഒരെണ്ണം കൂടി എനിക്ക് ഹിലോഫിനെ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഞാൻ ഇതിനെല്ലാത്തും ഏത് കമ്പനിയുടെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇൻസേർട്ട് ഓരോന്നോരോന്ന് കിട്ടുള്ളൂ. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഇൻസേർട്ട് മേടിക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ പയ്യന്നൂർ കടയിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളൊരു ഇൻസേർട്ടാണ് ഈ ഇൻസേർട്ട്. ഇതൊരു 150-160 റേഞ്ചിൽ വരുന്ന ഒരു ഇൻസേർട്ടാണ് കേട്ടോ. എനിക്ക് ഈവൻ ബേബി ഹഗിന്റെ ഇൻസേർട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഇതുവരെ ഞാൻ ഐഷുമോക്ക് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഇൻസേർട്ടുകളേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്രൊഡക്റ്റാണ്. ഇത് അബ്സോർബൻസി അത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൽ യൂറിനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയും ചെയ്യും. ഒരു ഫീല് കുട്ടികൾക്ക് അങ്ങനെ അവർ യൂറിൻ പാസ് ചെയ്യുന്നുള്ളൊരു ഫീലേ ഉണ്ടാവില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മളത് ഊരുമ്പോൾ തന്നെ ഒരു നനവൊക്കെ തോന്നും. പക്ഷെ ഇതിലങ്ങനെ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇത് കുറച്ച് അബ്സോർബ് ഇത് കാണുമ്പോൾ ഇതിന് കുറച്ച് കട്ടി കുറവ് പോലെ നമുക്ക് തോന്നും കണ്ടോ, കുറച്ച് കട്ടി കുറവായിട്ട് തോന്നും. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഇതാണ്. ഞാൻ ഐഷുമോളെ കൂടുതൽ യൂസ് ചെയ്യിപ്പിക്കുന്നത് ഇതാണ്. നൈറ്റൊക്കെ ഞാൻ ഇതാ യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഡേ ടൈമിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് ഡേ ടൈമിൽ ഞാൻ ഇത് ഞാൻ നൈറ്റിലേക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. ഡേ ടൈമിൽ ഞാൻ അവർക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഇൻസേർട്ടാണ് യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ട് ഇത് അവർക്ക് ഡയപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. അങ്ങനെ ഇത് യൂസ് ചെയ്യും. പിന്നെ ഇത് കഴുകി ഇട്ടിട്ട് ഇല്ലെങ്കിൽ മാത്രം ഞാൻ ഈ ടൈപ്പ് വെച്ച് കൊടുക്കലുള്ളൂ. അതും ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ഈ ക്ലോത്ത് ആണെങ്കിൽ. കാരണം ഇതിന് അബ്സോർബൻസ് എത്ര ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇതിനാണ് ഏറ്റവും കൂടുതൽ കട്ടി കൂടുതൽ. പക്ഷെ ഇതാണ് സൂപ്പർ. ഞാൻ ഡേ ടൈമിൽ അങ്ങനെ ചെയ്യും. അതുപോലെ നൈറ്റ് ടൈം ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. അപ്പം ഇത് ഞാൻ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും.
ഒരു 2 തവണ 3 തവണയൊക്കെ ഞാൻ മാറ്റി കൊടുക്കും ഐഷുമോക്ക് നൈറ്റ്. പക്ഷെ നൈറ്റിൽ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഈ ഇൻസേർട്ടും ബേബി ഹഗിന്റെ ഈ പ്രൊഡക്റ്റുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതാവുമ്പം അത്രയ്ക്ക് അങ്ങ് ലീക്ക് ആവുകയില്ല, കാരണം ഇത് ഡബിൾ ലെയർ ആണല്ലോ വരുന്നത്. ആകുമ്പം കുറച്ചും കൂടി ലീക്ക് പ്രൂഫും ആണ്. നമുക്ക് നൈറ്റ് അവർക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇത് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. ഇതാകുമ്പോൾ അവർക്ക് അത്ര യൂറിൻ പാസ് ചെയ്യുന്ന തണുപ്പോ ഒന്നും ഫീൽ ചെയ്യയില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ വെച്ച് കൊടുക്കും. എന്നിട്ട് നൈറ്റ് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും രാത്രിയൊക്കെ പിള്ളേര് എണീറ്റ് കരയൂലോ. വീണ്ടും ഒന്ന് ഉറക്കി കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഇൻസേർട്ട് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിനകത്തേക്ക് അങ്ങനെ നനവൊന്നും വരുന്നില്ല. ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേറെ ഇതേ മോഡൽ തന്നെ വേറെ ഒരെണ്ണം ഞാൻ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യല്. ഡേ ടൈമിലാണെങ്കിൽ ഞാൻ പകല് 2 തവണ ഞാൻ ഇവരുടെ ഡയപ്പർ മാറ്റി കൊടുക്കും. അല്ല, ഉച്ചയ്ക്ക് മുന്നേ 2 തവണ മാറ്റി കൊടുക്കും, ഉച്ചയ്ക്ക് ശേഷം 2 തവണയും മാറ്റി കൊടുക്കും. പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഡയപ്പർ തന്നെ ഒന്നും കൂടി ഇടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പം ഇവിടെ ഒരു 5:30 ആകുമ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 5:30 മുതൽ പിന്നെ ഇവള് ഉറങ്ങുന്ന ഒരു 10:30 ആകുമ്പോൾ ഞാൻ അടുത്ത പുതിയ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഈ ഡയപ്പർ ഇടിച്ചു കൊടുക്കും. അപ്പം ഞാൻ 2 തവണ ഈ ക്ലോത്ത് ഡയപ്പർ ചേഞ്ച് ചെയ്യിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എന്തുകൊണ്ട് നമുക്കിപ്പം രാത്രിയാണെങ്കിലും നമുക്ക് ഡയപ്പർ നമ്മുടെ പാമ്പേഴ്സ് പോലത്തെ ഡയപ്പേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നമുക്കിപ്പോൾ എപ്പോഴും ഇതിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കാനുള്ള കുറച്ച് എമൗണ്ട് കുറച്ച് കൂടുതലാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പൊ അതിന് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇതും കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു 10:30, ചില ദിവസങ്ങളിൽ 10:30 ഞാൻ വെച്ച് കൊടുക്കും, ചില ദിവസം ഒരു 11 മണി 11:30 വെച്ച് കൊടുക്കും. എന്നാലും രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എണീക്കില്ലുള്ളൂ. അതുവരെ ഞാൻ ഈ ഡയപ്പറും ഇങ്ങനത്തെ ഒരു 3 ഇൻസേർട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അവൾ അതിൽ കംഫർട്ട് ആവും, ഒരു ബുദ്ധിമുട്ടുകൾ, അവൾ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. പിന്നെ കുട്ടികൾ രാത്രി സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ അങ്ങനത്തെ ടൈമിൽ മാത്രം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് മാറ്റി കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ വേറെ ഒരു റാഷ് വരുന്നതോ അലർജിക്കാന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇത്. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇപ്പം കുട്ടികൾ മോശം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റെയിൻ ആവുമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റെയിനൊക്കെ പോയി പ്രശ്നമൊന്നുമില്ല. അതിപ്പം ഈ വൈറ്റ് ടൈപ്പ് ആകുമ്പം കുട്ടികൾ മോശം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നേരം നല്ല സോപ്പ് സൊല്യൂഷനിൽ മുക്കി വെക്കണം. എന്നിട്ട് ഇതിന് നല്ലോണം കഴുകണം, കുറേ നേരം കഴുകിയിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കണം. അപ്പം ഒന്ന് പോകും. അത് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിനകത്ത് ആ സ്റ്റെയിൻ പോവുള്ളൂ. അപ്പം കൂടുതലും ഞാൻ അതുകൊണ്ട് ആ ഒരു 3 months കഴിഞ്ഞതിന് ശേഷം എന്നാലും ഇടക്കിടക്കൊക്കെ ചെറുതായിട്ട് മോശം പാസ് ചെയ്യുവാണെങ്കിലും അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് കുറവായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതും. ഇതാണ് കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇതിനകത്തേക്ക് മോശം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവളുടെ തുണികളൊന്നും അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കുറവാണ്, വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അത് നല്ലോണം തുണി കഴുകിയതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്നും കൂടി കഴുകുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴും തന്നെ ഹാൻഡ് വാഷിംഗ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. നല്ല വെയിലത്തിട്ട് ഉണക്കുന്ന രീതി തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം യൂറിനൊക്കെയാണ് പ്രശ്നമില്ല. അപ്പൊ ഇതാണെങ്കിൽ മോശം പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തിനാണേലും ഈ ഒരു ഇൻസേർട്ട് സൂപ്പറാണ്. ഇതും അതുപോലെ നല്ലതാണ് കേട്ടോ. മോശം പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, കുഴപ്പമൊന്നുമില്ല. ഇതും എനിക്കിഷ്ടം. ഞാൻ ഈ വൈറ്റിനെ ഞാൻ അത്രയ്ക്ക് അങ്ങ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. ഇത് കുറച്ചും കൂടി ബെറ്ററാണ് ഞാൻ പറയില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ഇതുമായിട്ട് എത്ര കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ ആയ അമ്മമാരും ഉണ്ടായിരിക്കാം. എൻ്റെ കേസിൽ, ഐഷുമോളുടെ കേസിലും ഞങ്ങൾ രണ്ടുപേരും അതുമായിട്ട് അത്ര പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഇതുമാണ് എനിക്കിഷ്ടം. അപ്പം നമുക്കിനി ക്ലോത്ത് ഡയപ്പേഴ്സ് അതിനെപ്പറ്റി അറിയാത്ത അമ്മമാർ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒക്കെ കണ്ട് എന്താണ് ക്ലോത്ത് ഡയപ്പർ എന്ന് മനസ്സിലാക്കി നല്ല സൂപ്പറായിട്ട് കുട്ടികളെ നല്ല പൂക്കളൊക്കെ ഉള്ള ഡയപ്പേഴ്സൊക്കെ ഇടിച്ച് നല്ല അടിപൊളിയായിട്ട് നടത്താം. ഇപ്പം ഞാനിപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ
ഞാൻ അവൾ ഇതായിട്ട് ഇടിയിക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ, രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഈ മോഡൽ തന്നെ യൂസ് ചെയ്യിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. ഡബിൾ ലെയർ ഉള്ളത് ഞാൻ ഇടിച്ചിട്ട് കൊണ്ടുപോകാറുള്ളൂ. ലീക്ക് പ്രൂഫ് ആണല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ചും കൂടി നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഇങ്ങനെ മോഡൽ ആയതുകൊണ്ട്, ഡബിൾ ലെയർ ആയതുകൊണ്ട് ഞാൻ ഈ ടൈപ്പാണ് കൂടുതൽ അവർക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഈ ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നമ്മുടെ പാമ്പേഴ്സിനെ അതുപോലെ മമ്മി പോക്കോ പോലത്തെ ഡയപ്പേഴ്സിനെ കുറച്ച് കുറവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ കുറച്ച് മണി സേവിങ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എപ്പോഴും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, രാത്രിയാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം അറിയാത്ത അമ്മമാർ പെട്ടെന്ന് തന്നെ ഇത് മേടിച്ചിട്ട് കുട്ടികളെ യൂസ് ചെയ്യിപ്പിച്ചോളൂ കേട്ടോ. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിലോ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ ഒരു ക്ലോത്ത് ഡയപ്പർ എന്നൊരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാ അമ്മമാർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. ഓക്കെ, ബൈ.